നമസ്തേ. വളരെ രസകരവും നിഗൂഢവുമായിട്ടുള്ള ഒരു വിഷയത്തിലേക്കാണ് പ്രപഞ്ചം എന്നെ ഇത്തവണ എത്തിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജനന സ്ഥലത്തെക്കുറിച്ചും ജനന സമയത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ സമയത്ത് നമുക്ക് ഓർമ്മ ഉറച്ചിട്ടുണ്ടായിരിക്കുകയില്ല. നമ്മളുടെ കുട്ടിക്കാലത്തെ പല കാര്യങ്ങളും നമുക്ക് ഓർമ്മയുണ്ടെങ്കിലും നമ്മളുടെ ജനന സമയത്തെ കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കാറില്ല സാധാരണഗതിയിൽ. നമ്മൾ ജനിക്കുന്ന സമയത്ത് ഭൂമി ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു. ഞാൻ ജനിക്കുന്ന സമയത്തും നിങ്ങൾ ജനിക്കുന്ന സമയത്തും ഒക്കെ ഓരോ സമയങ്ങളിൽ ഭൂമി വ്യത്യസ്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചേഞ്ചസ് ആണ് പെർമനന്റ് ആയിട്ടുള്ളത്. ഭൂമി ഓരോ തവണ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ ആകാശഗോളങ്ങൾക്ക് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജനന സമയത്തെ ആകാശഗോളങ്ങളുടെ സ്ഥാനം നമ്മുടെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്നതായിട്ട് പല രീതിയിലുള്ള സംസ്കാരങ്ങളിലും ചിന്തകളിലുമൊക്കെ വിശ്വസിക്കുകയും പറഞ്ഞു പോരുകയും ചെയ്യുന്നു. വളരെ എന്റർടൈനിങ്ങും നിഗൂഢവുമായിട്ടുള്ള ഒരു വിഷയമാണ് അസ്ട്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സയന്റിഫിക് സൊസൈറ്റി ഇതിനെ അംഗീകരിക്കാത്തിടത്തോളം കാലം ഇതിനെ ഒരു സ്യൂഡോ സയൻസ് എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. പല രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ അസ്ട്രോളജിയെക്കുറിച്ച്, ജ്യോതിഷത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ സ്ഥാനവും ആകാശഗോളങ്ങളുടെ സ്ഥാനവും ഒക്കെ ഒരു മനുഷ്യന്റെ ജന്മം, അവന്റെ സ്വഭാവം, അവന്റെ ജീവിതം, അവന്റെ വിധിയെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് പല വാദപ്രതിവാദങ്ങളാണുള്ളത്. എന്തു തന്നെയാണെങ്കിലും ഋതുക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു, പ്രകൃതി മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ കോണ്ടിനെന്റ്സില്, ലോകത്തിന്റെ ഈ ഭൂഗോളത്തിന്റെ പല ഭാഗങ്ങളിൽ ജനിച്ച ആളുകൾക്ക് നിങ്ങൾ ആലോചിച്ചു നോക്കുക. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും അതുപോലെ തന്നെ യൂറോപ്പിലാണെങ്കിലും ചൈനയിലാണെങ്കിലും ഭാരതത്തിലാണെങ്കിലും ഏത് ഭാഗങ്ങളിലാണ് ജനിച്ചതെങ്കിലും അവർക്കൊക്കെ പല രീതിയിലുള്ള ശാരീരിക പ്രത്യേകതകളുണ്ട്. നിറത്തിൽ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ ഉയരത്തിൽ വ്യത്യാസമുണ്ട്, സ്വഭാവത്തിലും സംസാര രീതികളിലും ഭാഷകളിലും എന്ന് വേണ്ട മനുഷ്യൻ ജന്മം കൊണ്ട് തന്നെ പല കാര്യങ്ങളിലും വ്യത്യസ്തരായിരിക്കുന്നു. പിന്നീട് ജനിച്ച ശേഷം അവൻ ആർജിക്കുന്ന കാര്യങ്ങളിലും വ്യത്യസ്തരാണ് എന്നുള്ളതാണ്. നമ്മളിവിടെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ജന്മം കൊണ്ട് വ്യത്യസ്തമായിട്ടിരിക്കുന്ന കാര്യങ്ങളിലാണ്. ഏറെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പല സമയങ്ങളിൽ ജനിക്കുന്നവർക്ക് പല വ്യത്യസ്തതകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെ? ഓരോ മനുഷ്യന്റെ കണ്ണിന്റെ കൃഷ്ണമണിയും ഫിംഗർ പ്രിന്റും ഒന്നും ഒരുപോലെ അല്ല എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെയും പേഴ്സണാലിറ്റി ഒരുപോലെയല്ല. ഇത് മനഃശാസ്ത്രം ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ്. ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വൽ ഈസ് യുണീക്ക് എന്നാണ് സൈക്കോളജി പറയുന്നത്. തന്റെ അസ്തിത്വത്തെക്കുറിച്ചും അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഹിൻസ് കിട്ടുമോ എന്നൊക്കെ ഉള്ളത് മനുഷ്യൻ ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്നതിന്റെ ആരംഭ കാലഘട്ടം തുടങ്ങി മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതും ചിന്തിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ച ശക്തികളുമായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് വെൽ കണക്റ്റഡ് ആയിരുന്ന നമ്മളുടെ പൂർവികർ എപ്പോഴും പ്രകൃതിയെയും അല്ലെങ്കിൽ പ്രപഞ്ചത്തെയും ഒക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്ത്, ഇതുമായിട്ട് ആട്രിബ്യൂട്ട് ചെയ്ത് ചിന്തിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് ഈ അസ്ട്രോളജി അല്ലെങ്കിൽ ജ്യോതിഷം പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. മനുഷ്യർക്ക് നക്ഷത്രങ്ങളുമായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ നക്ഷത്ര രാശികളും ഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്ന ഈ ഒരു ആശയം, ഈ ഒരു ചിന്ത സഹസ്രാബ്ദങ്ങളായിട്ട് പുരാണങ്ങളിലും അല്ലെങ്കിൽ വിവിധ സംസ്കാരങ്ങളിലും ഒക്കെ വിശ്വസിച്ചു പോരുന്ന ഒരു കാര്യമാണ്. ജ്യോതിഷം ആകാശഗോളങ്ങളും മനുഷ്യന്റെ വ്യത്യസ്ത സവിശേഷതകളുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ച് നിർദ്ദേശം നൽകുന്നു. വിനോദത്തിനും സ്വയം പ്രതിഫലനത്തിനും മാർഗനിർദ്ദേശങ്ങൾക്കുമൊക്കെ ആയിട്ട് ജ്യോതിഷം ലോകമെമ്പാടും പ്രചാരത്തിലുണ്ട് ഇന്നത്തെ ഈ ഒരു ആധുനിക കാലത്ത് പോലും. അതുകൊണ്ട് തന്നെയാണ് പലരും പത്രങ്ങളിൽ ഓരോ നാളുകളെ കുറിച്ച് പറയുന്ന സമയത്തും അതുപോലെ തന്നെ ഓൺലൈനിലും മറ്റും സോഡിയാക് സൈനിനെ കുറിച്ച് പറയുന്ന സമയത്തും ഒക്കെ തന്റെ അടുത്ത ആഴ്ച എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അടുത്ത വർഷം എങ്ങനെയായിരിക്കും, തന്റെ ജീവിതം എങ്ങനെയായിരിക്കും, തന്റെ വിധി എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇൻസൈറ്റ് കിട്ടുവാനായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ആശ്രയിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അന്ധമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ പ്രവചനം ലഭിക്കും എന്നും കരുതി ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ആശ്രയിക്കുന്നത് ഒരു അടിമത്തത്തിലേക്കും മണ്ടത്തരത്തിലേക്കും പോകും എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിട്ട് ഞാനിവിടെ പറയുന്നതും. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജന്മസമയം അല്ലെങ്കിൽ ജന്മസ്ഥലവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ അസ്ട്രോളജി, ജ്യോതിഷം അല്ലെങ്കിൽ സോഡിയാക് സയൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ പല ആളുകളെ കുറിച്ചും പഠിച്ചു നോക്കുന്ന സമയത്തും സ്വ അനുഭവത്തിലും ഒക്കെ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണാലിറ്റിയെ കുറിച്ച് ഏകദേശം ഒരു ബിഗ് പിക്ചർ അസ്ട്രോളജി അല്ലെങ്കിൽ സോഡിയാക് സൈനിന്റെ ബേസിൽ നോക്കുന്ന സമയത്ത് ലഭിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഹസ്തരേഖ നോക്കിയിട്ട് ഒരുവൻ പല കാര്യങ്ങൾ പറയുന്ന സമയത്ത്
എല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമുക്കത് ശരിയാണ് എന്ന് തോന്നുന്നത് എന്ന് വേണമെങ്കിൽ യുക്തിപരമായിട്ട് വാദിക്കാനൊക്കെ സാധിച്ചേക്കും. എന്നാലും അനുഭവത്തിന്റെ വെളിച്ചത്തിലൊക്കെ നോക്കുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ സോഡിയാക് സയൻസും പേഴ്സണാലിറ്റി ട്രേറ്റ്സും തമ്മിൽ ഒരു ബന്ധം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ച കാര്യമൊന്നുമല്ല, അങ്ങനെയാണെന്ന് വാദിക്കുന്നതുമല്ല, വ്യക്തിപരമായിട്ടുള്ള വീക്ഷണങ്ങളാണ് പങ്കുവെക്കുന്നത്. ഇതിൽ നിന്ന് സോഡിയാക് സയൻസിൽ നോക്കുന്ന സമയത്ത് ഇതിനെ 16 പേഴ്സണാലിറ്റി ടെസ്റ്റുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് 16 പേഴ്സണാലിറ്റി ടൈപ്പുകളുമായിട്ട് ഈ 12 സോഡിയാക് സയൻസിന് ചില ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ബന്ധങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മനഃശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ലൊരു റിസർച്ച് ടോപ്പിക് ആയിട്ട് പഠന വിധേയമാക്കാൻ പറ്റുന്ന ഒരു വിഷയമാണിത്. സോ ഇന്ന് സ്യൂഡോ സയൻസ് ആണ് എന്ന് പറയുന്നത് ചിലപ്പോൾ നാളെ സയൻസിന്റെ ഉള്ളിലേക്ക് വന്നേക്കാം. അല്ലെങ്കിൽ പാരാസൈക്കോളജിക്കലും മെറ്റഫിസിക്കലുമായിട്ട് കിടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആത്മീയതയുടെ എലമെന്റ്സ് സയന്റിഫിക് ആയിട്ട് അംഗീകരിച്ചേക്കാം. ഉദാഹരണത്തിന് യോഗയെ പോലും സയന്റിഫിക് ആയിട്ട് അപ്രൂവ് ചെയ്യുന്നതായിട്ടുള്ള അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ട് തെളിയിക്കുന്ന കാര്യങ്ങളൊന്നും നടന്നിട്ട് അധിക കാലങ്ങളായിട്ടില്ല എന്നുള്ളതാണ്. മന്ത്ര മെഡിറ്റേഷന്റെ എഫക്റ്റീവ്നെസ്സിനെ കുറിച്ചിട്ടൊക്കെയുള്ള പഠനങ്ങൾ റീസെന്റ് ആയിട്ട് നടന്ന കാര്യങ്ങളാണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അസ്ട്രോളജിയെ കുറിച്ചും പേഴ്സണാലിറ്റി ട്രേറ്റ്സിനെ കുറിച്ചും ഒക്കെ മനഃശാസ്ത്ര വിദ്യാർത്ഥികൾ പഠിക്കട്ടെ, അന്വേഷിക്കട്ടെ, അതിൽ താല്പര്യമുള്ള ആളുകൾ അതിൽ റിസർച്ച് ചെയ്യട്ടെ. അത്തരം വിഷയങ്ങളെക്കുറിച്ച് ഡീപ്പായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. മറിച്ച് സോഡിയാക് പോലുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവര് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നാളുകള് രാശികളിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് ചിന്തിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറയാൻ കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ആദ്യത്തെ വീഡിയോകളിൽ ഒന്നാണ്. അതുകൊണ്ട് ഒരു ആമുഖം ഉണ്ടെങ്കിലാണ് നമുക്ക് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മതത്തിനെയും ഒരു ശാസ്ത്രത്തെയും അല്ലെങ്കിൽ സ്യൂഡോ സയൻസ് ആണെന്ന് പറയുന്നതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഒന്നിനെയും പൂർണ്ണമായിട്ട് തള്ളുന്നില്ല. എല്ലാത്തിൽ നിന്നും നല്ലതെടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു വണ്ണസോട് കൂടി മനുഷ്യരാശിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ചിന്താധാരയെയും ഒരു മതത്തിനെയും സപ്പോർട്ട് ചെയ്യാത്തതും സുഖിപ്പിക്കാത്തതും ഒപ്പോസ് ചെയ്യാത്തതും വിഷമിപ്പിക്കാത്തതും. എന്തൊക്കെ സ്യൂഡോ സയൻസ് ആണ് എന്ന് പറയുമെങ്കിലും അശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞാൽ തന്നെയും നമ്മുടെ ശരീരം നിർമ്മിതമായിരിക്കുന്ന പ്രധാനപ്പെട്ട ചില ഘടകങ്ങളാണ് കാർബൺ, നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇവയെ അടിസ്ഥാനപ്പെടുത്തി അസ്ട്രോളജി ശാസ്ത്രീയമാണ് എന്ന് തെളിയിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശാസ്ത്രീയമല്ല എന്ന് തെളിയിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും, വളച്ചൊടിക്കേണ്ടി വരും, വിയർക്കേണ്ടി വരും. കാരണം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഓൾ സ്റ്റാർ ബീയിങ്സ്. നാം എല്ലാവരും നക്ഷത്രങ്ങളിൽ നിന്നുള്ളവരാണ് എന്നാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ നിർമ്മിതമായിരിക്കുന്ന വസ്തുക്കൾ നമ്മൾ പിതാവിൽ നിന്നും മാതാവിന്റെ ഉദരത്തിലേക്ക് വന്ന് വളരെ ചെറിയ രൂപത്തിൽ ഫോം ചെയ്യുന്ന സമയത്ത് പിന്നീട് അതിനുശേഷം നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കുന്നതായിട്ടുള്ള ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ പിന്നീട് നമ്മൾ പുറത്തു വന്നതിന് ശേഷം നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് യു ആർ വാട്ട് യു ഈറ്റ്. നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അതായിട്ടാണ് നിങ്ങൾ മാറുന്നത്. നമുക്ക് ഈ ഭക്ഷണമെല്ലാം ലഭിക്കുന്നത് ഈ പ്രകൃതിയിൽ നിന്നാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഏറ്റവും അടുത്തുള്ള പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് തൊട്ടറിയാനും കണ്ടറിയാനും നമ്മുടെ സെൻസറി ഓർഗൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു പരിധിവരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ് പ്രകൃതി എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വസ്ത്രത്തിന്റെ ഒരു വിളുമ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ പ്രകൃതിയെ വിളിക്കുവാനായിട്ട് സാധിക്കും. എന്ത് തന്നെയാണെങ്കിലും ഇതിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുത്ത് നിർമ്മിക്കപ്പെട്ട് പോരുന്ന സമയത്ത് നമ്മുടെ ശരീരം നിർമ്മിതമായിരിക്കുന്ന ഘടകങ്ങളൊക്കെ തന്നെയും വിദൂരത്തിലുള്ള ഒരു നക്ഷത്രത്തിൽ അതിന്റെ സ്റ്റെല്ലാർ ഇവന്റ്സ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്ന സമയത്ത് സൂപ്പർനോവയായിട്ട് മാറുന്ന സമയത്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതായിട്ടുള്ളത് അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ കാമ്പുകളിൽ നിന്ന് ന്യൂക്ലിയർ ഫ്യൂഷൻ പോലുള്ള പ്രവർത്തനങ്ങൾ, നക്ഷത്ര പ്രതിഭാസങ്ങൾ നടക്കുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഈ പറയുന്ന കാർബണും നൈട്രജനും ഓക്സിജനും ഒക്കെ അത് പിന്നീട് സൂപ്പർനോവ പോലുള്ള പ്രതിഭാസങ്ങൾ നടക്കുന്ന സമയത്ത് പ്രപഞ്ചത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോവുകയാണ്. അതിന് നമുക്ക് സ്റ്റാർ ഡസ്റ്റ് എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കും. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴൊക്കെയോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുള്ള സ്റ്റാർ ഡസ്റ്റുകൾ ചേർന്ന് തന്നെയാണ്
നമ്മളൊക്കെയും രൂപപ്പെട്ടത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പ്രപഞ്ചത്തിലുള്ള മറ്റു പല കാര്യങ്ങളും രൂപപ്പെട്ടതുപോലെ തന്നെ വി ആർ നോട്ട് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദ യൂണിവേഴ്സ്, അല്ലെങ്കിൽ വി ആർ ഓൾ സ്റ്റാർ ബീയിങ്സ്, നമ്മൾ സ്റ്റാർ ഡസ്റ്റ് ആണ് എന്നുള്ള പ്രപഞ്ചവുമായിട്ട് നമുക്കുണ്ടാകുന്ന ഈ ആഴത്തിലുള്ള ബന്ധത്തിനെ നമുക്ക് സ്യൂഡോ സയൻസ് ആണ് എന്ന് പറഞ്ഞ് തള്ളിപ്പറയുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ നന്നായിട്ട് വേർക്കേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയ കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്നതായിട്ടുള്ള ഈ ഒരു ചിന്ത, ഈ ഒരു ആശയം എന്ന് പറയുന്നത്. അതിനാൽ കാവ്യാത്മകമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും, നമ്മുടെ ശരീരത്തിലെ ആറ്റങ്ങൾ ഒരു കാലത്ത് വിദൂര നക്ഷത്രങ്ങളുടെ ഭാഗം തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇത് ആഴത്തിലുള്ള കോസ്മിക് റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് സ്റ്റാർ ഡസ്റ്റ്, അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ പൊടി ചേർന്ന് രൂപപ്പെട്ടിട്ടുള്ള നമ്മൾ. പണ്ട് മതഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മണ്ണ് കുഴച്ചിട്ടുണ്ടാക്കിയ അവസ്ഥ എന്നുള്ളത്. ഞാൻ പറയുന്നത് ഒരു സിമ്പിൾ മാന് മനസ്സിലാകാനുള്ള ഒരു സിമ്പിൾ ടെർമിനോളജിയാണ്. മണ്ണ് കുഴച്ചിട്ടല്ല, നമ്മൾ സ്റ്റാർ ഡസ്റ്റുകളാണ്, നക്ഷത്രങ്ങളുടെ പൊടി ഉപയോഗിച്ച് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ജീവികൾ. വി ആർ നോട്ട് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദ യൂണിവേഴ്സ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. വി ആർ നോട്ട് അപ്പാർട്ട് ഫ്രം ദ യൂണിവേഴ്സ്, പ്രപഞ്ചത്തിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒന്നല്ല നാം എന്നും കൂടി ഈ ഒരു സമയത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റിയ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഈ പറയുന്നതൊക്കെയും ഒരു ത്രെഡാണ്. നിങ്ങൾ ഇത് അതേപടി വിശ്വസിക്കണമെന്നോ പഠിക്കണമെന്നോ ഇതാണ് ഫാക്റ്റ് എന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള, എന്നെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഐൻസ്റ്റീൻ്റെതായിട്ടുള്ള കൺസെപ്റ്റുമായിട്ട് വളരെ ചേർന്ന് കിടക്കുന്നു. എഡ്യൂക്കേഷൻ ഈസ് എ ട്രെയിനിങ് ടു തിങ്ക്. അപ്പോൾ നമ്മൾ ഈ അറിവ് സമ്പാദിക്കണമെങ്കിൽ നമ്മളുടെ ചിന്തകളിലൂടെ നമുക്കൊരു ഡിസ്ഇക്വിലിബ്രിയം ഉണ്ടായിട്ട് നമ്മൾ അത് അന്വേഷിച്ച് കണ്ടെത്തുന്ന സമയത്താണ് അത് ഈ അറിവിനും മുകളിലുള്ള ജ്ഞാനത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. സോ സിമ്പിൾ ലോജിക്ക് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും, നക്ഷത്ര രാശികൾ, നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ആകാശഗോളങ്ങൾ, അവയുടെ സ്ഥാനം ഇൻക്ലൂഡിങ് നമ്മളുടെ ചന്ദ്രനെ എടുത്തു നോക്കിയാൽ പോലും, അല്ലെങ്കിൽ സൂര്യനെ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇവയുടെ സ്ഥാനം, അല്ലെങ്കിൽ ഭൂമിക്ക് ഇവയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഭൂമിയുടെ സ്ഥാനത്ത് മാറ്റമുണ്ടാകുന്ന സമയത്ത് ഇവിടെ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. ഋതുക്കൾ അതിന്റെ ഉദാഹരണമാണ്. പ്രകൃതി അതുമായിട്ട് ബന്ധപ്പെട്ട് മാറി മറിയുന്നു. വസന്തവും ശൈത്യവും നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചൂടേറിയ കാലാവസ്ഥയും എല്ലാം നമ്മൾ ചെയ്ത പ്രവൃത്തികൾക്ക് അപ്പുറത്തേക്ക് ഇതെല്ലാം പ്രാപഞ്ചിക പ്രക്രിയകളുടെ ഭാഗമാണ് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഭൂമിക്ക് ഇത്രയും മാറ്റങ്ങൾ വരുന്ന സമയത്ത് അതിലുള്ള മരുഭൂമിയിലെ മണൽത്തരി കണക്കെയുള്ള നമ്മളെപ്പോലെയുള്ള ഇത്രയും ചെറിയ ബീയിങ്സിനെ സംബന്ധിച്ചിടത്തോളം മാറ്റം വരില്ല എന്നൊന്നും പറയാനായിട്ട് സാധിക്കുകയില്ല. വളരെ ചെറിയ ഭൗതികമായിട്ടുള്ള ശരീരമാണ് നമുക്കുള്ളത് ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പവുമായിട്ട് തട്ടിച്ചു നോക്കുന്ന സമയത്ത്. എന്നിട്ടാണ് നമ്മൾ ഇത്രയും അഹങ്കാരവും അല്ലെങ്കിൽ പണത്തിനു വേണ്ടി വ്യഗ്രതയും കാണിച്ചുകൊണ്ടും, അല്ലെങ്കിൽ മറ്റുള്ളവരെ അടിച്ചമർത്തിക്കൊണ്ട് മത്സരിച്ചുകൊണ്ടും, അല്ലെങ്കിൽ നമ്മുടെ അറിവാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ളത് എന്നൊക്കെ വളരെ ഘോരമായിട്ട് പ്രസംഗിച്ചു കൊണ്ടൊക്കെ ഇരിക്കുന്നത്. മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രപഞ്ചവുമായിട്ട് തട്ടിച്ചു നോക്കുന്ന സമയത്ത് നമ്മൾ എത്രയോ ചെറുതാണ് എന്നുള്ളത് നമ്മൾ ഒരു സയന്റിഫിക് ഫ്രെയിംവർക്കിൽ നിന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ആത്മീയമായിട്ടുള്ള തലങ്ങളിൽ നോക്കുന്ന സമയത്ത് നമ്മൾ അതിശക്തരുമാണ്. സോ എല്ലാത്തിനും ഒരു സെന്റർ പോയിന്റ് ഉണ്ട് എന്നുള്ളതാണ്. ആ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ആ മർമ്മത്തിന് വലിയ കാര്യങ്ങളെ പോലും തകർക്കുവാനും കൂട്ടിച്ചേർക്കുവാനും സാധിക്കും എന്നുള്ളതാണ്. ആ മർമ്മത്തിനെ ആസ്പദമാക്കിയാണ് ബാക്കി എല്ലാം ഉള്ളത് എന്നുമാണ്. ആ മർമ്മം നമ്മൾ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. നമ്മൾ അതിനെ പരബ്രഹ്മം എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുന്നു. എനിവേ, രാശികളുടെ കണക്കിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം പറയുന്നത് ഏറീസ് അല്ലെങ്കിൽ മേടം രാശി. ഏറീസിന്റെ എക്സാക്ട് മലയാളം മീനിങ് മേഷം എന്നാണ്. സോ അതിന്റെ സിമ്പലും അതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. മാർച്ച് 21 തൊട്ട് ഏപ്രിൽ 19 വരെ ജനിച്ചിട്ടുള്ള ആളുകളെയാണ് ഏറീസ് രാശിയിൽ അല്ലെങ്കിൽ മേടം രാശിയിൽപ്പെട്ടതായിട്ട് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ജനിച്ച ആളുകളെ സ്വാധീനിക്കുന്ന നക്ഷത്ര രാശിയാണ് ഏറീസ് അല്ലെങ്കിൽ മേടം രാശി എന്ന് വിശ്വസിച്ചു പോരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ജനിക്കുന്നവർക്ക് ചില സമാന സ്വഭാവങ്ങൾ ഉണ്ടാകും എന്നാണ് ജ്യോതിഷം അല്ലെങ്കിൽ അസ്ട്രോളജി അല്ലെങ്കിൽ സോഡിയാക് സൈൻ വാദിക്കുന്നത്. ഈ പറഞ്ഞ മാർച്ച് 21 തൊട്ട് ഏപ്രിൽ 19 വരെയുള്ള കാലഘട്ടത്തിനുള്ളിൽ ബർത്ത്ഡേ ഉള്ള ആളുകൾ, അവരേത് വർഷങ്ങളിൽ ജനിച്ചവരാണെങ്കിലും, അവരുടെ സ്വഭാവത്തിലുള്ള ചില പ്രത്യേകതകളാണ് ആദ്യത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. പ്രധാനമായിട്ടും ഈ വീഡിയോയുടെ ഒരു ഇൻട്രൊഡക്ടറി ഫേസ് അടുത്ത വീഡിയോകൾ അല്ലെങ്കിൽ മറ്റു രാശികളെ കുറിച്ച് പറയുന്ന സമയത്ത് ഉണ്ടാവുകയില്ല. അത് ഈ വീഡിയോയുടെ കൂടെ ചേർത്ത് ഞാൻ പറയുകയാണ്.
അതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു ആമുഖം പറഞ്ഞത്. സോ നമ്മൾ മേടം രാശിയിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും ഈ ഏറീസ് പേഴ്സണാലിറ്റി എന്ന് ഞാൻ പറയാം, അവരിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൊതുവെ ഈ രാശിക്കാർ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ്. ധൈര്യശാലികളും അതുകൊണ്ട് തന്നെ സാഹസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി ഒക്കെ ഉള്ള ആളുകളാണ് ഏറീസ് എന്നാണ് അസ്ട്രോളജി വിശ്വസിച്ചു പോരുന്നത്. അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ കരിസ്മാറ്റിക് ആയിട്ടുള്ള മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്ന വിധത്തിലുള്ള വ്യക്തിത്വത്തിനുടമകളാണ് ഏറീസ് വ്യക്തിത്വങ്ങൾ. ഫൺ അല്ലെങ്കിൽ ലൈവായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഏറീസ്. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഇവരെ അല്ലെങ്കിൽ ഇവരിൽ പാഷൻ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഹാർട്ടാണ് ഇവരെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ അഭിലാഷങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് ഒരു ടെൻഡൻസി കാണിക്കുന്ന ആളുകളാണ് ഏറീസ് പേഴ്സണാലിറ്റി. വളരെ വൈറ്റാലിറ്റി ഉള്ള ഇവരെ ഹാർട്ട് ആൻഡ് ഡിസയേഴ്സ് ആണ് നയിക്കുന്നത് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ചലഞ്ചസിനെ ഫേസ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആളുകളുമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത്സര ബുദ്ധിയുള്ള ആളുകളായിട്ടാണ് പൊതുവെ ഏറീസിനെ കരുതി പോരുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ശത്രുത മനസ്സിൽ വെക്കാനുള്ള സാധ്യതയും ഇവർക്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഊർജ്ജസ്വലതയും ധൈര്യവും അതുപോലെ തന്നെ റിസ്ക് എടുക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നാച്ചുറൽ ലീഡേഴ്സ് അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ട് നേതൃപാടവത്തിലേക്ക് വരാനുള്ള ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഏറീസ് വ്യക്തിത്വങ്ങൾക്ക് ഉണ്ട് എന്നാണ് അസ്ട്രോളജി വിശ്വസിക്കുന്നത്. മേടൻ രാശിക്കാർ ആവേശഭരിതരായിട്ട് മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. നല്ല ലീഡേഴ്സ് ആകുന്നതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട്. അസേർട്ടീവ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഏറീസ് പേഴ്സണാലിറ്റി. അസേർട്ടീവ്നെസ് എന്താണെന്നുള്ളത് മുൻപുള്ള വീഡിയോകളിൽ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ യെസ് പറയേണ്ടിടത്ത് യെസ്സും നോ പറയേണ്ടിടത്ത് നോയും പറയാനുള്ള കപ്പാസിറ്റിയാണ്. അസേർട്ടീവ്നെസ് എന്ന് പറയുന്ന സ്കില്ലിനെ WHO അപ്രൂവ് ചെയ്തിട്ടുള്ള ലൈഫ് സ്കില്ലുകളിൽ ഒന്നും കൂടിയാണ്. സോ ഈ അസേർട്ടീവ്നെസ് ഇവർക്ക് യഥേഷ്ടം ഉണ്ടാകും. അതുകൊണ്ട് ഇവരുടെ മനസ്സിൽ പറയാനുള്ളത് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ പറയാനും യെസ് പറയാനും അല്ലെങ്കിൽ മനസ്സിലുള്ളത് പറയാനും ഒന്നും ഏറീസ് വ്യക്തിത്വങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ പൊതുവെ എക്സ്ട്രോവേർട്സ് ആയിട്ടാണ് ഭൂരിഭാഗം ഏറീസിനെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സൈക്കോളജിയിലെ 16 പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ ESTP എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ടൈപ്പിലേക്ക് ഏറീസ് വരാനുള്ള സാധ്യത വളരെ അധികമാണ് എന്നാണ് ചില ചിന്തകർ പറയുന്നത്. നിങ്ങൾക്കിത് പരീക്ഷിച്ചു നോക്കാവുന്നതുമാണ്. മേടം രാശിക്കാർ സ്വാതന്ത്ര്യബോധമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവരായിരിക്കുന്ന കർമ്മത്തിലേക്ക് അല്ലെങ്കിൽ ഇവര് ഒരു കാര്യം ലക്ഷ്യം വെച്ച് പോകുന്ന സമയത്ത് മറ്റുള്ളവർ അതിന്റെ ഇടയ്ക്ക് കയറി അഭിപ്രായം പറയുന്നതൊന്നും ഇവർക്ക് വലിയ താല്പര്യമില്ല. കാരണം ഇവരുടേതായിട്ടുള്ള ഫോക്കസോട് കൂടിയാണ് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അഡ്വഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അല്പം സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവരെ എപ്പോഴും പുതിയ എക്സ്പീരിയൻസസിനെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കും. പുതിയ പുതിയ അനുഭവങ്ങൾ കിട്ടുന്നത് ഇവർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് താല്പര്യം കാണിക്കുന്നവരാണ് ഇവർ. ഞാൻ പറഞ്ഞു ഹൃദയാഭിലാഷങ്ങൾക്ക് ഡിസയേഴ്സിന് ഒക്കെ ഒപ്പം പാഷനേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഏറീസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇവര് ഒരു പരിധിവരെ ഇമ്പൾസീവ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. ഈ ഇമ്പൾസിവിറ്റി അല്ലെങ്കിൽ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഈ ഒരു പരിപാടി ചില സമയത്ത് ഇവരെ ട്രബിളിൽ എത്തിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തും അമിതമാകുന്ന സമയത്ത് അത് ട്രബിളിലേക്ക് പോകും. അപ്പൊ ഇമ്പൾസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവര് അല്പം തന്മയത്വത്തോടു കൂടി ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവർക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ വളരെ ഈസി ആയിട്ട് മറികടന്നു പോകാനായിട്ട് സാധിക്കും. പൊതുവെ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകളാണ് മേടം രാശിക്കാര്. അതായത് ശുഭാപ്തി വിശ്വാസക്കാരാണ്. നല്ലത് വരും എന്നുള്ള പ്രതീക്ഷയാണ് ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇവർ നിലനിർത്തി പോരുന്നത്. അതുപോലെ തന്നെ സത്യസന്ധരും ആത്മാർത്ഥതയുള്ളവരുമായിട്ടാണ് മേടം രാശിക്കാരെ പൊതുവെ കണക്കാക്കി പോരുന്നത്. എന്ന് കരുതി എല്ലാവരും അങ്ങനെ ആയിരിക്കുമെന്നല്ല പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ജനിച്ച ആളുകളിൽ മുഴച്ചു നിൽക്കുന്ന കുറച്ച് ട്രേറ്റ്സ് മാത്രമാണ് ഇവിടെ പറയുന്നത്. പൂർണ്ണമായിട്ടും ഇതെല്ലാം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഈ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളെല്ലാം ഇവർക്കുണ്ട് എന്ന് കരുതി ആരെയും കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. അതുപോലെ തന്നെ എല്ലാ പേഴ്സണാലിറ്റികൾക്കും നെഗറ്റീവ് ആയിട്ടുള്ള ട്രേറ്റ്സും ഉണ്ട്, അല്ലെങ്കിൽ എല്ലാ രാശിക്കാർക്കും നെഗറ്റീവ് ആയിട്ടുള്ള ചില ഗുണങ്ങളും ഉണ്ട്. അപ്പം അത് ബാലൻസ് ചെയ്ത് പോവുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വ്യക്തിപരമായിട്ടുള്ള റിഫ്ലക്ഷൻസ് കിട്ടാനും സ്വയം പ്രതിഫലനത്തിനും വേണ്ടിയൊക്കെയാണ് ഇത്തരം കാര്യങ്ങളെ ആളുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇത് വിനോദവും ആളുകൾക്ക് പകരുന്നുണ്ട്. എൻ്റെ ഒരു അനുഭവത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത്, മാർഗനിർദ്ദേശങ്ങൾ എന്ന് പറയുന്ന സമയത്ത്
ഏകദേശത്തിലുള്ള ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ മാത്രമാണ് വിജയകരമായിട്ട് ഈ സോഡിയാക് സൈൻ നൽകുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ അതിന്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യൻ വിജയകരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ യൂണിവേഴ്സൽ സയൻസ് നോക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അവന്റെ ലോജിക്ക്, അവന്റെ യുക്തിബോധത്തിനെ വളരെയധികം യൂസ് ചെയ്ത് വിജയകരമായിട്ട് തന്നെ യൂസ് ചെയ്ത് പോകുന്ന സമയത്താണ് ഒരു മനുഷ്യന് വിജയത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുന്നത്. അതിനുവേണ്ടിയാണ് മനുഷ്യന് ദൈവം ഈ ബോധം തന്നിരിക്കുന്നത്. ആ ബോധത്തെ വികസിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കടമയുമാണ്. മേടരാശിക്കാരെ ചില സമയത്ത് കുറച്ച് സ്റ്റബേൺ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് അവര് സെൽഫ് സെന്റേഡ് ആയിട്ട്, അതായത് അവനവനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു, സ്വാതന്ത്ര്യബോധം ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അവരുടെ കാര്യം, അവരുടെ ഫോക്കസ് ആ രീതിയിൽ മുന്നോട്ട് പോകും. അപ്പൊ ലീഡർഷിപ്പിലാണെങ്കിലും അത് ചിലപ്പം ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും ഇവര് അല്പം കടുംപിടുത്തക്കാരാണോ എന്നൊക്കെ. പക്ഷെ ഈ സെൽഫ് സെന്റേഡ് ആയിട്ട് പോകുന്നത് മറ്റുള്ളവരിൽ നിന്ന് ഉയർന്നു നിൽക്കാനായിട്ട്, സ്റ്റാൻഡിങ് ടോൾ എന്നാണ് പറയുന്നത്, ആ രീതിയിൽ നിലകൊള്ളാനായിട്ട് ഇവരെ സഹായിക്കുകയും ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കാര്യത്തിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്, അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണ് വേണ്ടത്. മിഡിൽ പാത്ത് ഈസ് ദ ഗോൾഡൻ പാത്ത് എന്നുള്ള ബുദ്ധവചനം നമ്മൾ ഓർക്കുക. വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ അതിൽ വിജയിക്കാനൊക്കെയുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളാണ് ഈ പറയുന്ന മേടം രാശിക്കാർ അല്ലെങ്കിൽ ഏറീസ് പേഴ്സണാലിറ്റി ട്രൈറ്റ് ഉള്ള ആളുകൾ. ചില സമയത്ത് ഇവരെ റെസ്റ്റ്ലെസ് ആയിട്ടും അല്ലെങ്കിൽ അക്ഷമരായിട്ടും ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഇവര് ദേഷ്യം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റെക്ലെസ് ആയിട്ടുള്ള ബിഹേവിയറുകൾ അല്ലെങ്കിൽ എടുത്തു ചാടിയിട്ടുള്ള പ്രവർത്തനങ്ങളും അപകടകരമായിട്ടുള്ള പ്രവർത്തികളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്ലെസ് ഡ്രൈവിംഗ് ഒക്കെ അതിന്റെ ഉദാഹരണമാണ്. കാര്യങ്ങളെ ചിട്ടയോടുകൂടി ചെയ്യുവാനായിട്ട് കഴിവുള്ള ആളുകളാണ് ഈ പറഞ്ഞ മേടം രാശിക്കാർ. ജീവിതത്തിൽ നല്ലൊരു അവസ്ഥയിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുള്ള വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ആളുകൾ ചില സമയത്ത് ഹൈപ്പർ കോമ്പറ്റീറ്റീവ് ആകാനുള്ള സാധ്യതയുമുണ്ട്. വളരെയധികം സർഗശേഷിയുള്ള ആളുകളാണ് ഇവർ. മറ്റുള്ളവരെ സർഗശേഷി കൊണ്ട് കയ്യിലെടുക്കാനുള്ള കപ്പാസിറ്റിയും ഏറീസ് പേഴ്സണാലിറ്റീസിനുണ്ട് എന്നാണ് വിശ്വസിച്ചു പോരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു കാലഘട്ടത്തിൽ ജനിച്ച, ഈ ഒരു സോഡിയാക് സൈനിൽ, ഈ ഒരു രാശിയിൽ ജനിച്ച നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഈ സ്വഭാവ വിശേഷതകളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ 12 രാശികളിൽ ഒരെണ്ണം മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളവയെ വരും വീഡിയോകളിലൂടെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കാം. കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക, നിങ്ങളുടെ അറിവുകളും എക്സ്പീരിയൻസസുകളുമായിട്ട് തട്ടിച്ചു നോക്കുക. ആ സമയത്ത് മാത്രമാണ് നമുക്കിത് എത്രമാത്രം ശരിയാണെന്നൊക്കെ പറയാനായിട്ട് സാധിക്കുക. ഞാൻ ആരോടും ജ്യോതിഷത്തിലോ അല്ലെങ്കിൽ അസ്ട്രോളജിയിലോ ഒന്നോ അന്ധമായിട്ട് വിശ്വസിക്കണമെന്ന് ഒരിക്കലും പറയുകയില്ല. ഇതിനെയൊക്കെ ഒരു സയന്റിഫിക് മൈൻഡ് സെറ്റോട് കൂടി, അതായത് നമ്മൾ സാധാരണ നമ്മളുടെ നാട്ടിൽ കാണുന്ന അല്പ അറിവുള്ള സയന്റിസ്റ്റുകളെ അല്ല ഉദ്ദേശിക്കുന്നത്. മുറിവൈദ്യൻ ആളെ കൊല്ലും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റിന്റെ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കൂ, നിങ്ങൾ തൽപരരാണെങ്കിൽ. അപ്പൊ നമുക്ക് കുറെ കൂടി ഇൻസൈറ്റ്സും ലൈറ്റ്സും കിട്ടുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സോ ഞാൻ ഈ വീഡിയോ വളരെ ലെങ്തിലേക്ക് പോയത് കൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമസ്തേ.